ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇപ്പോൾ ദാ റമദാനൊക്കെ ഒത്തിരി അടുത്തിങ്ങ് എത്തിയേക്കുവാണ്. അപ്പോൾ റമദാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് കുറച്ച് ചെറിയ ചില പ്രിപ്പറേഷൻസ് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു പുതിയ സീസൺ വരുമ്പോഴത്തേക്കിനും ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ റമദാൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ലൊരു സമയമാണല്ലോ. നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ചേഞ്ച് വരുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്തിനോട് ചേർന്ന് തന്നെ ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ വരുത്തുമ്പോഴത്തേക്കിനും അത് കുറച്ചും കൂടി നമ്മളുടെ മനസ്സിനൊരു സന്തോഷം തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രെയറിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഏരിയ ഉണ്ടായിരുന്നു. അപ്പം അവിടെ അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റാൻഡും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ബുക്സും അതേപോലെ തന്നെ പ്രെയറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ ഇങ്ങനെ സൈഡിൽ ആദ്യമൊക്കെ മടക്കി വെച്ചേക്കുമായിരുന്നു. പിന്നെ അതൊരു സൈഡിൽ ഇങ്ങനെ ഒരു ഡംപ് ചെയ്തുപോലെ കിടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരു സ്റ്റാൻഡ് പോലെ എന്തെങ്കിലും വെച്ചു കൊടുക്കണമെന്ന്. ആദ്യം തന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളിനെ എടുത്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ ഫുൾ സംഭവങ്ങൾ മാറ്റിയതിന് ശേഷം അവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ ഒന്ന് തുടയ്ക്കുന്നുണ്ട്. അവിടെ അത് മാറ്റിയപ്പോഴും അതിൻ്റെ പുറകിലൊക്കെ നല്ലതുപോലെ പൊടി ഉണ്ടായിരുന്നു എന്ന് കാണുന്നത്. അതിനുശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ചെറിയ ഷെൽഫ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷെൽഫ് എടുക്കുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സൈഡിലായിട്ട് ഇതിന് ഒതുങ്ങിയിരിക്കുമെന്നും നമ്മൾ പ്രെയർ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇതിന് ഒട്ടും തന്നെ എഫക്റ്റ് ചെയ്തില്ല എന്നും കണ്ടതുകൊണ്ടാണ് ഈ ഒരു ഷെൽഫ് എടുക്കാമെന്ന് വെച്ചത്. ഈ ഒരു ഖുറാൻ എനിക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. എൻ്റെ വീട്ടിലുള്ള സമയത്ത്, കല്യാണത്തിനൊക്കെ ഒത്തിരി മുൻപ്, അന്ന് മുതലേ ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് എവിടെ നിന്ന് കിട്ടിയതാന്നൊക്കെ ഉള്ളത്. റീസെൻ്റ്ലി ഇതെനിക്ക് എങ്ങനെ ഓർമ്മ വന്നു ഇത് ആരാ തന്നേന്നൊക്കെ ഉള്ളത്. ഇതൊരു ചെറിയ സ്റ്റോറേജ് ഏരിയ ആയിരുന്നു. അതിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു പ്രെയർ ഏരിയ ആക്കി മാറ്റിയിട്ടുള്ളത്. കാരണം നമ്മൾക്ക് അതിന് മാത്രം സാധനങ്ങളൊന്നും ഇനി ഒരു സ്റ്റോറേജ് ഏരിയയിൽ വെക്കാനും മാത്രമായിട്ടുള്ളതൊന്നും വെച്ചിട്ടില്ല. സ്ഥലം ഒന്ന് ഒതുക്കി പെറുക്കിയപ്പോഴാണ് അവിടെ നിന്ന് എനിക്കൊരു ക്രിസ്റ്റലിൻ്റെ ഒരു സ്റ്റാൻഡ് കിട്ടിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേങ്കിൽ റീസെൻ്റ്ലി അവിടെ ഒരു തട്ടുണ്ടായിരുന്നു. ഈ ഷെൽഫിന് മുന്നേ ഞാൻ അവിടെ ഒരു തട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇളകി അങ്ങ് വീണപ്പോഴത്തേക്കിനും ഈ ക്രിസ്റ്റൽ സ്റ്റാൻഡ് അതിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണിട്ട് അത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിന് ഞാനൊരു ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിക്കുന്നുണ്ട്. ഒട്ടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞൊക്കെ നോക്കിയപ്പോഴത്തേക്കിനും വലിയ കുഴപ്പമില്ലാതെ ഇത് അവിടെ ഒട്ടിയിരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ചെറിയൊരു ബോർഡിൽ ആ ഒരു പ്രെയർ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു മെസ്സേജും കൂടി എഴുതി വെക്കുന്നുണ്ട്. ഈ ഒരു റമദാനിൽ കൂടുതലായിട്ട് അതിങ്ങനെ എപ്പോഴും കാണുമ്പോഴത്തേക്കിനും നമ്മുടെ ഉള്ളിലേക്ക് കയറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് എഴുതിയിട്ടുള്ളത്.
അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നൊരു പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു കാർ ക്ലീനിങ് ആണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ക്ലീൻ ചെയ്തിട്ട് ഒത്തിരിയായി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡംപ് ചെയ്തിട്ടുണ്ടായിരുന്നു പല സാധനങ്ങൾ നമ്മൾക്ക് ചാരിറ്റി ബോക്സിലേക്ക് ഇടാനായിട്ടും അതേപോലെ തന്നെ കംപ്ലീറ്റ്ലി മാറ്റാൻ വേണ്ടിയുള്ള പല സാധനങ്ങൾ പല സമയങ്ങളിലായിട്ട് കാറിൽ കൊണ്ടുപോയി വെച്ചിട്ട് നല്ലതുപോലെ പൊടിയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത് നമ്മൾക്ക് ഉള്ളിൽ ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലൊരു ചെറിയൊരു വാക്യൂം ക്ലീനർ ഉണ്ടായിരുന്നു. അത് കുറേ നാളായിട്ടുള്ളതാണ്. അതിൻ്റെ ചാർജർ മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവം ഞാനൊരു ചാർജർ കണ്ടുപിടിച്ചെടുത്തിട്ട് അതിനൊന്ന് ചാർജ് ചെയ്ത് നോക്കി ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുമോ നോക്കിയപ്പോഴത്തേക്കിനും മനസ്സിലായി അതല്ല ആ ചാർജറൊന്നും ആ വാക്യൂം ക്ലീനറിൻ്റെ കാലം കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി വേറെ ഓപ്ഷനൊന്നുമില്ല. നമ്മൾ എന്തായാലും ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊന്ന് വാക്യൂം ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ പൊടിയൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ മുൻപ് തന്നെ ഞാനിതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളുടെയും മാറ്റി ഞാൻ ചാരിറ്റി ബോക്സിലിടാൻ വേണ്ടിയിട്ട് കുറേ കവേഴ്സ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഡീക്ലട്ടർ ചെയ്ത് കൊണ്ടുവന്നത്. അതിനെ എല്ലാം എടുത്തിട്ട് ഞാൻ ചാരിറ്റി ബോക്സിലിട്ട് ഇനി ഇതിനെ കാരണം നമ്മളൊന്ന് കൊണ്ടുപോയിട്ട് ആ ഒരു അകത്തൊന്ന് ക്ലീൻ ചെയ്യുന്ന പരിപാടിയും കൂടെ ചെയ്തിട്ട് കൊണ്ടുവരും. അപ്പം എനിക്ക് ഇതും നോമ്പ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡിലൊക്കെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ആയിട്ട് പല സമയങ്ങളിൽ പോയപ്പോഴും ഒക്കെ ആയിട്ടുള്ള കുറേ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കളയാനുള്ള പേപ്പേഴ്സൊക്കെ എടുത്ത് ഞാൻ തന്നെ ആദ്യമേ കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിലെ പൊടി കളയാനായിട്ട് ഒന്നെങ്കിലും നമ്മളുടെ കയ്യിലേക്ക് കാർ വാക്യൂം ക്ലീനർ വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതുള്ള എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് നല്ലതായത് കാരണം ഒത്തിരി നാളായിട്ട് ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നൊരു പരിപാടി ഞാൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾക്കൊരു പോപ്സിയിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്ന ഒരു ഐപാഡിൻ്റെ അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് ഒന്ന് കവറൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രൊട്ടക്ടറും ഒക്കെ കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെ വരുമ്പോഴത്തേക്കിനും കൂടുതലായിട്ടും എന്തെങ്കിലും ഖുറാൻ റെസിറ്റേഷൻസും ഒക്കെ ഓണാക്കി പ്ലേ ചെയ്ത് വെക്കണം എന്നുണ്ട്. ഞാൻ പൊതുവേ അത് ടി വിയിലാണ് ഇടാറുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ നമ്മൾ നോമ്പിന് കുറച്ച് നേരത്തേക്ക് എഴുന്നേക്കുകയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ ആരെങ്കിലും ഉറങ്ങുവാണെങ്കിലൊക്കെ ടി വിയിൽ ഇടുമ്പോഴത്തേക്കിനും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ട വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ കൊണ്ട് നടക്കുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ആ ഒരു പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിതിൻ്റെ കവറും അതേപോലെ സ്ക്രീൻ ഗാർഡും ഇടുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഞാൻ ആ ഒരു ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്കൗണ്ട് കോഡ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഇത് പോപ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീഫർബിഷ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ നമ്മൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണ്. അവർക്ക് വെബ്സൈറ്റും ഉണ്ട്, ആപ്പും ഉണ്ട്. ഇപ്പോൾ അവർ ഫ്രീ ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പല ടൈപ്പ് പേയ്മെൻറ്റ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുടെക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്കുള്ള ആവശ്യത്തിനാണെങ്കിലോ അതേപോലെ തന്നെ നമ്മൾക്കൊരു റഫായിട്ടുള്ള ഡേ ടു ഡേ യൂസിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു ഡിവൈസ് വേണമെന്നുണ്ടെങ്കിൽ നല്ല വിലയാവും പുതിയൊരു സാധനം വാങ്ങാനായിട്ട്. അപ്പം ഞാൻ ഇപ്പം ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയി. പ്രൈസ് നിങ്ങൾ വെറുതെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ ആ ഒരു ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും. ഒരു സെയിം മോഡലിൻ്റെ പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതും ഈ ഒരു റീഫർബിഷ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഐറ്റം യൂസ് ചെയ്യും അത് വാങ്ങുന്നതിൻ്റെയും പ്രൈസിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മുൻപൊരിക്കൽ കാർ സർവീസിന് കൊടുത്തപ്പോഴത്തേക്കിനും അവരൊരു കിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ അങ്ങനെ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നത് നോക്കിയപ്പോഴത്തേക്കിനും അതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ കാറിൻ്റെ ഉള്ളിലൊക്കെ പല ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതായത് നമ്മളുടെ ഇപ്പം സീറ്റ് ക്ലീൻ ചെയ്യാനുള്ളത്, അതേപോലെ ഡാഷ്ബോർഡിനൊക്കെ ആയിട്ടുള്ള ഒരു 6 സ്പ്രേസ് ഉണ്ട്. അപ്പം അതൊക്കെ നമ്മൾക്ക് വെറുതെ സ്പ്രേ ചെയ്തിട്ട് നമ്മളുടെ കയ്യിലുള്ള മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് തുടച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ക്ലീൻ ആയി കിട്ടുന്നതാണ്. ഇത് കുറേ നാളായിട്ട് കാറിൻ്റെ ബാക്കിലിരുന്നത് കാരണം ഞാൻ കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല, അങ്ങനെ അറിയാമുണ്ടെന്ന് പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ അതിന് എല്ലാം എടുത്ത് ഒക്കെ ഒന്ന് നോക്കി അതെല്ലാം പെർഫെക്റ്റ് കണ്ടീഷനാണോ എന്നൊക്കെ നോക്കിയിട്ട് ഇനി ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ടാണ് വെക്കാൻ പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുമല്ലോ. അങ്ങനെ ആകുമ്പോഴത്തേക്കിനും സീറ്റൊക്കെ ഇടയ്ക്കൊന്ന് തുടച്ചൊക്കെ ഇട്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ്സ് ഫിനിഷ് ചെയ്യുന്നത് വരെയെങ്കിലും നമ്മൾക്ക് തന്നെ ഉള്ളിൽ ക്ലീൻ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. ഇനി റമദാൻ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആവത്തില്ല എന്തെങ്കിലും ഒരു ഡെക്കറും കൂടി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാനിവിടെ ഒരു ലൈറ്റ്സ് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ഫെയറി ലൈറ്റിൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു.
ഇപ്പോൾ 2 സൈഡിലായിട്ട് നമ്മൾ ആണി അടിച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഇടുന്നുണ്ട്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കിനാണ് കുറച്ചും കൂടി ഈ ഒരു ലൈറ്റ് ഇടുമ്പോഴത്തേക്കിനും ഒരു ഭംഗി തോന്നുന്നത്. ഒരു റമദാൻ ഫീല് കൊണ്ടുവരാനായിട്ട് ഒരു പരിധിവരെ ഇതും ഒക്കെ നമ്മൾക്ക് ആ ഒരു വൈബ് തരും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മളുടെ ഈ ഒരു റമദാൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.